ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് മെസ്സേജ് ഇന്നത്തെ നമ്മുടെ ബുക്ക് ഓഫ് ആൻസേഴ്സ് നോക്കാം. ഓക്കെ, അതായത് നിങ്ങളുടെ മനസ്സിലെ ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ചിന്തിക്കാം. ആ ചോദ്യത്തിന് നമുക്ക് ആൻസർ അതൊരു രണ്ടെണ്ണം, അറ്റ്ലീസ്റ്റ് 2-3 സമയത്തിനനുസരിച്ച്, ഒരുപാട് നീണ്ടില്ലെങ്കിൽ ഒരു 3 എടുക്കുക, അല്ലെങ്കിൽ 2 മിനിമം. ഓക്കെ, നിങ്ങൾക്ക് വേണ്ട ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചോളൂ. ഞാൻ ചോദിക്കുന്നില്ല. നമ്മൾ യൂണിവേഴ്സിനോട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ നിങ്ങൾ പറയാം. കണ്ണടച്ച് അല്ലെങ്കിൽ ജസ്റ്റ് ഡീപ്പ് ബ്രീത്ത് എടുത്ത് ശാന്തമാക്കുക ആദ്യം മനസ്സിനെ. ഓക്കെ, മനസ്സിനെ നല്ലോണം ശാന്തമാക്കിയിട്ട് സമാധാനപ്പെടുക. ഞാൻ ആദ്യം സമാധാനപ്പെടാം. ഓക്കെ, കാമാവാം. ഓക്കെ, മനസ്സിൽ ആ ക്വസ്റ്റ്യൻ കൊണ്ടുവരൂ. ഓക്കെ, മനസ്സിൽ നിങ്ങൾ എന്താണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ആദ്യം ആലോചിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം, വെസ്നോ ആവണമെന്നില്ല കേട്ടോ, എങ്ങനെ വേണമെങ്കിലും ആവാം, ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, മനസ്സിൽ ആ ക്വസ്റ്റ്യൻ കൊണ്ടുവരാം. ഓക്കെ, നമുക്ക് ആൻസർ ആദ്യം ബുക്കിൽ നിന്ന് നോക്കും. ഞാൻ ടാരോന്ന് എടുക്കാം, ആൻഡ് ഇവിടെ ഏഞ്ചൽ ആൻസേഴ്സും ഉണ്ട്. സോ 2-3 സ്റ്റെപ്പായിട്ട് 2 ക്വസ്റ്റ്യൻ മിനിമം ഞാൻ എടുക്കും. മൂന്നാമത്തത് നോക്കട്ടെ, ഒരുപാട് നീണ്ടില്ലെങ്കിൽ, എനിക്ക് ടയർഡ് ആയില്ലെങ്കിൽ ഞാൻ മൂന്നാമത്തെ എടുക്കാം. അതിങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, അതുകൊണ്ടാണ് കേട്ടോ എൻ്റെ എനർജി. ഓക്കെ, സോ ലെറ്റ്സ് സീ. നിങ്ങളുടെ ക്വസ്റ്റ്യൻ മനസ്സിലുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 2-3 തവണ റിപ്പീറ്റ് ചെയ്യുക. വേണമെങ്കിൽ മനസ്സിൽ തന്നെ യൂണിവേഴ്സിനോട് ഒരു ക്ലിയർ ആൻസർ തരാൻ പറയുക നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യന്. ഓക്കെ, ഞാൻ ഓക്കെ ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് ദെൻ എൻജോയ് ഇറ്റ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇൻവെസ്റ്റിഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് അന്വേഷിക്കാൻ, കണ്ടുപിടിക്കാൻ. ഓക്കെ, നിങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യം, അതിപ്പോൾ ബന്ധങ്ങളെക്കുറിച്ചായാലും ജോലിയെക്കുറിച്ചായാലും പഠിക്കാനായാലും ഹെൽത്തിനെ കുറിച്ചായാലും, ഹെൽത്ത് കൺസേൺസ് ആവും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഏത് ട്രീറ്റ്മെൻറ്റ് വേണം, അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. എന്താണെന്നറിയില്ല, എന്ന് ആദ്യമായിട്ടാണ് എനിക്ക് ഹെൽത്തിനെ കുറിച്ച് പറയാൻ തോന്നിയത്. ഓക്കെ, മേ ബി നിങ്ങൾ ഏത് ജോലിക്ക് കയറണം എന്ന രീതിക്ക് ചിന്തയായിരിക്കാം. പഠിക്കാൻ എന്ത് ചൂസ് ചെയ്യണം എന്നുള്ള ക്വസ്റ്റൻ ആയിരിക്കാം. ഓക്കെ, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആ പേഴ്സണിനെ കുറിച്ച് എന്തെങ്കിലും, നിങ്ങളുടെ റിലേഷൻഷിപ്സിനെ കുറിച്ച് എന്തെങ്കിലും ഉള്ള ചോദ്യങ്ങളായിരിക്കാം. സോ അതിൽ നിങ്ങളോട് പറയുന്ന ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നല്ലോണം അന്വേഷിക്കാൻ പറയുന്നുണ്ട്. കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, അന്വേഷിച്ച് എല്ലാം ഓക്കെ ആണെന്ന് നിങ്ങൾ ഉറപ്പിക്കാം. ഓക്കെ, പക്ഷെ ഇവിടെ പറയുന്നില്ല ആൻഡ് ദെൻ എൻജോയ് ഇറ്റ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, മേ ബി നിങ്ങൾ അന്വേഷിക്കുമ്പോൾ ചിലപ്പോൾ അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന രീതിക്കായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് വരാം. ഓക്കെ, അതായത് ഇപ്പോൾ നിങ്ങളുടെ നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലിക്ക് കയറണോ എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ടെങ്കിൽ ആ കമ്പനിയെക്കുറിച്ച് ഒന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, ആ കമ്പനി നല്ലതാണോ, ആ ജോലി നല്ലതാണോ, ഈ ഓഫർ നല്ലതാണോ എന്നൊക്കെ നിങ്ങളൊന്ന് അന്വേഷിക്കുക എന്ന് പറയുന്നുണ്ട്. ആൻഡ് അതിന് ശേഷം അത് എൻജോയ് ഇട്ടെന്നും പറയുന്നുണ്ട്. സോ അവിടെ നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലെ ഡൗട്ടുകൾ ഉണ്ടാവാം, അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കാം ചിലപ്പോൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, ജസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ അൺനെസസറി ടെൻഷൻ, നിങ്ങൾ ജസ്റ്റ് ഡൗട്ടുകൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടാവും. ഇത് നല്ലത് തന്നെയാണോ? നമ്മൾ പറയില്ല, ചിലപ്പോൾ നല്ലത് നമ്മുടെ മുമ്പിൽ വന്നാലും നമുക്കൊരു ഡൗട്ടാണ്, എന്നിട്ട് ഇത് വെറുതെ ഒരു എന്താ പറയുക, കാണാനൊക്കെ നന്നായിട്ടുണ്ട് സംഭവം, പക്ഷെ ശരിയാണോ എന്നൊരു തോന്നൽ അല്ലേ. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. ദാറ്റ് കുഴപ്പമില്ല അവിടെ എന്ന രീതിക്ക് ചിലപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും. ഓക്കെ, ആൻഡ് ദെൻ എൻജോയ് ഇറ്റ് എന്നാണ് പറയുന്നത്. സോ ഡെഫിനറ്റ്ലി ഇവിടെ നല്ലൊരു കാര്യമാണ് കാണുന്നത്. നിങ്ങൾക്കത് എൻജോയ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കത് നല്ലതായിരിക്കും എന്ന രീതിയിലാണ്. പഠിക്കാനായാലും നിങ്ങൾ ഏത് ലൈൻ വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങൾ പക്ഷെ ഐ തിങ്ക് നിങ്ങൾക്ക് നല്ലതിലേക്ക് തന്നെയാണ് നിങ്ങൾ പോകുന്നത്. ഓക്കെ, അതേപോലെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പേഴ്സണിന് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അന്വേഷിക്കുക. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ ഡൗട്ട്സ് കയറി വരുന്നുണ്ടാവാം. അതിനെക്കുറിച്ച് നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റുന്നവരോട് ചോദിക്കുക, ആരോടെങ്കിലും ചോദിക്കുക, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അന്വേഷിക്കുക ഡീറ്റെയിൽ ആയിട്ട്. നിങ്ങളുടെ മനസ്സിലെ കാര്യങ്ങളൊന്ന് ക്ലിയർ ആവട്ടെ. ഓക്കെ, അതിനുവേണ്ടി മാത്രമാണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതായത് അവിടെ പ്രശ്നമൊന്നും ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല, എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദെൻ എൻജോയ് ഇറ്റ് എന്ന് പറയുന്നുണ്ട്. സോ ആഫ്റ്റർ അത് കഴിയുമ്പോൾ നിങ്ങൾ സമാധാനപ്പെടും, നിങ്ങൾക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റും ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, വേറെ ബാക്കി ഇവിടെ ഓക്കെ, ഇതിൻ്റെ ഞാൻ ടാരോ വെച്ചിട്ടൊന്ന് നോക്കാം അല്ലേ. ഓക്കെ, നമുക്ക് കാര്യങ്ങൾ എന്താ കിട്ടുന്നത് നോക്കാം, എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് ടാരോ വെച്ചിട്ട് ഈ കാര്യത്തിൻ്റെ നമുക്ക് എന്താ ഡീറ്റെയിൽസ്, നിങ്ങളുടെ മനസ്സിലെ ക്വസ്റ്റ്യൻ്റെ ഡീറ്റെയിൽസ് യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാം നമുക്ക്. നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ച് യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്താ പറയുന്നത്? ഓക്കെ, ഓക്കെ,
നേരത്തെ ഏസ് ഓഫ് സോഡ്സ് ഞാൻ ആക്ച്വലി ഷഫിൾ ചെയ്യുമ്പോൾ കണ്ടാണ്. ഇപ്പോൾ പേജ് ഓഫ് സോഡ്സ് ഉണ്ട്. സോ ക്ലാരിറ്റിയുടെ കാര്യം തന്നെയാണ്. കാര്യങ്ങൾ ക്ലിയർ ആവുക എന്ന രീതിക്കാണ്. ആൻഡ് ഇവിടെ ജഡ്ജ്മെൻറ്റും ഉണ്ട്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം, ഓക്കെ, നിങ്ങൾ അത് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവാം. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ച എന്തെങ്കിലും ഒരു കാര്യം, അതിനെക്കുറിച്ചായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ലൈക്ക് ഇപ്പോൾ റിലേഷൻഷിപ്പ് ആണോ ജോലിയാണോ എന്ത് തന്നെയായാലും ഓക്കെ, ചില കോൺഫ്ലിക്ട്സ് വന്നിട്ടുണ്ടാവും നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, അതായത് പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പിലാണെങ്കിൽ പേഴ്സണുമായിട്ട് കോൺഫ്ലിക്റ്റ്, അല്ലെങ്കിൽ നിങ്ങൾ ജോലി സ്ഥലത്ത് എന്തെങ്കിലും കോൺഫ്ലിക്ട്സ്, വീട്ടിൽ ഫാമിലിയിൽ ചിലപ്പോൾ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ്, അങ്ങനെ 2-3 കാര്യങ്ങളാണ് എനിക്ക് കാണുന്നത്. സോ അവിടെ ചില മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നതായിരിക്കാം. ചില കാര്യങ്ങൾ ലൈക്ക് വാക്ക് തർക്കവും ഇതും വന്നിട്ടുണ്ട്. ബട്ട് അത് ഐ തിങ്ക് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, പക്ഷെ അതിനെക്കുറിച്ച് അതാണ് നിങ്ങളോട് പറഞ്ഞത്, ക്ലാരിറ്റി കിട്ടാൻ ശ്രമിക്കുക നിങ്ങൾ. ഓക്കെ, നിങ്ങൾ അതിൻ്റെ ക്ലാരിറ്റി കണ്ടുപിടിക്കുക, ട്രൂത്ത് കണ്ടുപിടിക്കുക. ഓക്കെ, ഒന്ന് അതിന് വേണ്ടി ഒരു ചെറിയ ഇൻവെസ്റ്റിഗേഷൻ വേണ്ടി വന്നേക്കാം. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ അന്വേഷിക്കുക നിങ്ങൾ കാര്യങ്ങൾ. ഓക്കെ, കാര്യങ്ങൾ അന്വേഷിച്ച്, പക്ഷെ നോക്കുമ്പോൾ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ഇവിടെ ജഡ്ജ്മെൻറ്റ് കാണുന്നുണ്ട്. ഓക്കെ, ജഡ്ജ്മെൻറ്റ്. ഓക്കെ, ഒരു ബാലൻസ് വരും എന്ന രീതിക്കാണ്. ഓക്കെ, ഇവിടെ മേ ബി ചിലവർക്ക് വല്ല ഫൈനാൻഷ്യൽ ലോസും വന്നിട്ടുണ്ടാവാം, അതിനെക്കുറിച്ചും ആയിരിക്കാം. ഓക്കെ, ഫൈനാൻഷ്യൽ ലോസ് നിങ്ങൾ എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളെ ലൈക്ക് മറ്റുള്ളവർ കുറ്റപ്പെടുത്തി കാണാം. ഓക്കെ, അങ്ങനെയായിരിക്കാം. യെസ്, നിങ്ങളെ മറ്റുള്ളവർ ചിലപ്പോൾ കുറ്റപ്പെടുത്തി കാണാം. സോ അതിൻ്റെ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയാൻ വേണ്ടി ഐ തിങ്ക് ഇവിടെ നിങ്ങൾ ട്രൂത്ത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടി വരും. ഓക്കെ, അതിനുശേഷം അത് നിങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോൾ ഐ തിങ്ക് ഇവിടെ ഒരു കോംപ്രമൈസ് വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്, ബാലൻസ് വരുന്നതായിട്ടാണ് കാണുന്നത്. ഐ തിങ്ക് അവിടെ നിങ്ങൾക്കത് കുറച്ച് ടൈം എടുക്കും, അവരെ കൺവിൻസ് ചെയ്യാൻ, മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാൻ ലേശം ടൈം എടുക്കുമായിരിക്കാം. ബട്ട് അത് കഴിയുമ്പോൾ നിങ്ങളുടെ ഒരു സന്തോഷം എന്ന രീതിക്ക് തന്നെയാണ് കാണുന്നത്. ആൻഡ് എനിക്ക് ഹാപ്പി സമയങ്ങൾ, ഹാപ്പി ടൈംസ് എന്ന രീതിയിലാണ് കാണുന്നത്. ഫാമിലി ആയിട്ട് ആണെങ്കിൽ കോംപ്രമൈസ് വരും. ഓക്കെ, റിലേഷൻഷിപ്പിലാണെങ്കിലും കോംപ്രമൈസ് വരും, ജോലി സ്ഥലത്തായാലും ശരി, എല്ലാം നിങ്ങൾക്കൊരു കോംപ്രമൈസ് വരുന്നതായിട്ടും ആൻഡ് ആക്ച്വലി ആളുകൾ നിങ്ങളെ അംഗീകരിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. അതായത് നിങ്ങളെ തള്ളിപ്പറഞ്ഞ ആൾക്കാർ തന്നെ, ഓക്കെ, നിങ്ങളെ കുറ്റപ്പെടുത്തിയ ആൾക്കാർ തന്നെ, ഓക്കെ, നിങ്ങളെ വീണ്ടും അംഗീകരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അതുമാത്രമല്ല ഐ തിങ്ക് ഇപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ വീട്ടിലോ ഫാമിലിയിലോ ജോലി സ്ഥലത്തോ എവിടെയായാലും ശരി, എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഓക്കെ, ആ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ആൻഡ് അവിടെ ഒരു കോംപ്രമൈസ് വരും എന്നും പറയാം. ഓക്കെ, അത് കഴിയുമ്പോൾ നിങ്ങൾ ഓക്കെ ആവും. ഐ തിങ്ക് ഇത് ജസ്റ്റ് ഒരു കോൺഫ്ലിക്റ്റ് വന്നതായിരിക്കാം, അത് എന്തെങ്കിലും കാരണം കൊണ്ട് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് വന്നിട്ടുണ്ടാവാം. ആ മിസ്അണ്ടർസ്റ്റാൻഡിങ് ബട്ട് ഇവിടെ ക്ലിയർ ആവും, നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും എന്നാണ് പറയുന്നത്. ഓക്കെ, കാര്യങ്ങളുടെ ക്ലാരിറ്റി നിങ്ങൾ മനസ്സിലാക്കും. കുറച്ച് സ്ലോ ആയിരിക്കാം. ഓക്കെ, മേ ബി അതിനൊരു സ്ലോ പ്രോഗ്രസ് ആയിരിക്കും. അതായത് പെട്ടെന്ന് ചിലപ്പോൾ ക്ലിയർ ആയി എന്ന് വരില്ല, കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കാനുണ്ട്. ഐ തിങ്ക് ക്ലാരിറ്റി വരാനുണ്ട്. ആ ക്ലാരിറ്റി വന്നു കഴിയുമ്പോൾ ഐ തിങ്ക് നിങ്ങൾ ഓക്കെ ആവും. പക്ഷേ ഇതിവിടെ ചെറിയൊരു കോൺഫ്ലിക്റ്റിൻ്റെ കാര്യം എനിക്ക് തോന്നുന്നു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇവിടെ മെയിൻ പ്രശ്നം. അതാണ്, അതുകൊണ്ടാണ് നിങ്ങളോട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറയുന്നത്. നിങ്ങൾക്ക് ആരെങ്കിലും ഡൗട്ട് ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും ലൈക്ക് കുറ്റപ്പെടുത്തുന്നുണ്ടാവാം, രണ്ടും ആവാം. ഓക്കെ, രണ്ട് സിറ്റുവേഷനും ആവാം. നിങ്ങൾക്ക് ആരെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ശരി, ലൈക്ക് എന്തെങ്കിലും പൈസയുടെ കാര്യത്തിലായാലും ചിലപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ ഓക്കെ, സോ അങ്ങനെ എന്തുണ്ടെങ്കിലും ശരി, പക്ഷെ ഇവിടെ ഐ തിങ്ക് കാര്യങ്ങൾ ക്ലിയർ ആവും. ഓക്കെ, ഇവിടെ തെറ്റായതൊന്നും നടന്നിട്ടില്ല എന്ന രീതിക്കാണ്. ഐ തിങ്ക് ജസ്റ്റ് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നിരിക്കുകയാണ്. അത് എന്ത് കാരണം കൊണ്ടെന്ന് അറിയില്ല, ബട്ട് ഇവിടെ അങ്ങനെ എനിക്ക് അത്ര കിട്ടുന്നില്ല. ബട്ട് ഓക്കെ, എന്തായാലും ഇവിടെ നിങ്ങൾ എന്ത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിലും ശരി, അത് ക്ലിയർ ആയിട്ട് നിങ്ങളൊരു കോംപ്രമൈസിലേക്ക് വരും. ഓക്കെ, സിറ്റുവേഷൻ ക്ലിയർ ആവും എന്നാണ് കാണുന്നത്. റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങൾ ആ പേഴ്സണിനെ ഡൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഡൗട്ട്സ് മാറി വരും. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഡൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതും മാറി വരും. അല്ല നിങ്ങളുടെ ഫാമിലിയിലോ ജോലി സ്ഥലത്തോ ഒക്കെ ആരെങ്കിലും നിങ്ങളെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ വല്ല കോൺഫ്ലിക്ട്സ് വന്നിട്ടുണ്ടെങ്കിൽ അതും സോൾവ് ആവും എന്ന രീതിക്കാണ്. ഓക്കെ, ഏഞ്ചൽ ആൻസേഴ്സ് കൂടി നോക്കാം. Take action. Remain positive. One more card. Abundance. Okay. Not the right time. യെസ്, ഞാൻ പറഞ്ഞില്ലേ ചിലപ്പോൾ ആ മിസ്അണ്ടർസ്റ്റാൻഡിങ് ക്ലിയർ ആവാൻ ലേശം സമയം എടുക്കുമായിരിക്കും. കുഴപ്പമില്ല, വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ നിങ്ങളോട് ആക്ഷൻ എടുക്കാൻ പറയുന്നുണ്ട്. ആക്ഷൻ എടുക്കുക എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് വന്നത് ഇൻവെസ്റ്റിഗേറ്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഡൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങളുടെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യുക. അതായത് നിങ്ങൾ തെളിവ് കാണിച്ചു കൊടുക്കുക.
ഓക്കെ, മറ്റുള്ളവർക്ക് നിങ്ങൾ അതിനും പക്ഷേ ചില കാര്യങ്ങൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടി വരും, എന്നിട്ട് അത് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, എൻ്റെ മെയിൻ പോസിറ്റീവ് എന്ന് പറയുന്നുണ്ട്. എൻ്റെ എന്തായാലും ഇത് അത് കഴിയുമ്പോൾ ഇവിടെ അബണ്ടൻസ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു ഹാപ്പി ഫാമിലി അല്ലെങ്കിൽ ഹാപ്പി സിറ്റുവേഷൻ. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷനിൽ ഒരു ബെറ്റർമെൻറ്റ് വരും എന്ന രീതിക്ക് എടുക്കാം നമുക്കിതിനെ. ഓക്കെ, സോ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ കൂടി എടുക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. ഒരു ക്വസ്റ്റ്യൻ കൂടി യൂണിവേഴ്സിനോട് ചോദിക്കാം. നിങ്ങളുടെ മനസ്സിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ആലോചിച്ചോളൂ. ഓക്കെ, 2 മിനിറ്റ് സമയം എടുക്കൂ. ഒരു കാര്യം കൂടി നിങ്ങൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചോളൂ നമുക്ക് എന്നിട്ട്. ഓക്കെ, യൂണിവേഴ്സ് ഇവിടെ എന്താ ഗൈഡൻസ് തരുന്നത്? ദ സർക്കംസ്റ്റാൻസസ് വിൽ ചേഞ്ച് വെരി ക്വിക്ക്ലി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എന്താ ക്വസ്റ്റ്യൻ, എന്ത് കാര്യത്തിനെ കുറിച്ചാണോ നിങ്ങൾ ചോദിക്കുന്നത് അതിൻ്റെ സിറ്റുവേഷൻ വേഗം മാറി വരും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതായത് നല്ലത് വരും എന്നാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്, പോസിറ്റീവ് വരും എന്ന് തന്നെയാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾ എന്തെങ്കിലും മോശം സിറ്റുവേഷൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും എൻ്റെ ഈ പ്രശ്നങ്ങൾ തീരുമോ എന്നാണെങ്കിൽ യെസ്, സിറ്റുവേഷൻ ചേഞ്ച് ആവും, നിങ്ങൾക്ക് നല്ലത് വരും, പോസിറ്റീവ് വരും. ഓക്കെ, ആൻഡ് ഇവിടെ ലൈക്ക് ജോലി കിട്ടുമോ, ഇപ്പം നിങ്ങൾ ജോലി ഇല്ലാതിരിക്കുകയാണ്, ജോലി കിട്ടുമോ എന്നാണെങ്കിൽ യെസ്, മാറും, സിറ്റുവേഷൻ മാറി വരും, നിങ്ങൾക്ക് ജോലി കിട്ടും. റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾ പേഴ്സണുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട്, നിങ്ങൾ തമ്മിൽ ഒന്നിക്കുമോ, യെസ്, അതിനും യെസ്. ഓക്കെ, വേറെ നിങ്ങൾ എന്തെങ്കിലും എന്ത് കാര്യമായാലും ശരി. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തു, എന്തെങ്കിലും കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ റിട്ടേൺ വരുമോ, യെസ്, അത് വരും. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ കുറച്ചായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവാം, ഒന്നും കാണുന്നില്ല അതിൻ്റെ ഒരു ഗ്രോത്ത് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലും കാര്യങ്ങൾ എന്ത് സിറ്റുവേഷൻ തന്നെ ആയാലും ശരി, ഇപ്പം നിങ്ങൾ എന്താണോ അനുഭവിക്കുന്നത് അതിൽ നിന്നൊരു മാറ്റം നിങ്ങൾക്ക് എത്രയും വേഗം കാണും എന്നാണ് പറയുന്നത്. സർക്കംസ്റ്റാൻസസ് വിൽ ചേഞ്ച് വെരി ക്വിക്ക്ലി. ഓക്കെ, അധികകാലം ഇനിയിപ്പോൾ നിങ്ങൾ ഓൾറെഡി കുറേ ആയിട്ട് നിങ്ങളെ വിഷമങ്ങൾ അനുഭവിക്കുന്നതാണെങ്കിൽ ഇനി സിറ്റുവേഷൻസ് പെട്ടെന്ന് മാറാൻ തുടങ്ങും എന്ന രീതിക്ക് നമുക്ക് പറയാം. ഓക്കെ, എന്തിനെ കുറിച്ചാണ് ഇവിടെ നിങ്ങൾ ചോദിക്കുന്ന സിറ്റുവേഷൻ, എന്തിനെ കുറിച്ചാണെന്ന് കുറച്ച് ഗൈഡൻസ് ഒക്കെ ടാരോ ഒന്ന് എടുക്കാം. Ace of Pentacles, Page of Cups, Ace of Wands, situation, oh wow, King of Cups. ഇതിവിടെ കൂടുതലും ഐ തിങ്ക് നിങ്ങളെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് കുറേ പേര് ഐ തിങ്ക് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് വരുമോ എന്നുള്ളതായിരിക്കാം. യെസ്, കമ്മിറ്റ്മെൻറ്റ് വരും. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുമോ എന്നാണെങ്കിൽ യെസ്, അവർ ചെയ്യും. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു പുതിയ തുടക്കം ഉണ്ടാവുമോ, യെസ്, ഉണ്ടാവും. ഐ തിങ്ക് നിങ്ങൾ കോൺഫ്ലിക്റ്റ് നടന്നിട്ടുണ്ടാവും ഈ പേഴ്സണുമായിട്ട്. ഓക്കെ, കിങ് ഓഫ് സോർഡ്സ് എനർജി ഉണ്ട്. എന്തായാലും സിറ്റുവേഷൻ മാറി വരുമെന്ന് തന്നെയാണ്. ഡെത്ത്, ചേഞ്ചസ്. ഓക്കെ, ട്രാൻസ്ഫോർമേഷൻ, ചേഞ്ചസ്, പുതിയ തുടക്കം, അഗെയിൻ ചേഞ്ചസ്. ഏസ് ഓഫ് വാൻസ്, പുതിയ തുടക്കം. ഏസ് ഓഫ് പെൻറ്റിക്കിൾസ്, നിങ്ങൾക്ക് പ്രോസ്പെരിറ്റി വരുന്നു. ചിലവർക്ക് ഫൈനാൻഷ്യൽ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഗ്രോത്ത് എന്ന രീതിക്ക് പറയാം. ഓക്കെ, നിങ്ങൾക്കൊരു പുതിയ ഓഫർ കിട്ടിയിട്ട് ജോലി ഓഫറോ എന്തെങ്കിലും കിട്ടും, അതിൽ നിങ്ങൾക്ക് നല്ലൊരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. സോ അതും വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ്. നിങ്ങൾക്ക് സിറ്റുവേഷൻ ഇപ്പം നിങ്ങളുടെ ജോലി ഒന്നുമില്ലാതിരിക്കുന്നു, നിങ്ങൾക്കൊരു പുതിയ ജോലിയുടെ തുടക്കം സ്റ്റാർട്ടിങ് വരും, അതിൽ നിങ്ങൾ നല്ലൊരു ഓഫർ കിട്ടാനുള്ള ഒരു സാധ്യതയാണ്. ഓക്കെ, നല്ല ഓഫറായിരിക്കും, വളരെ നല്ല ഓഫറായിരിക്കും, നിങ്ങൾ വിചാരിച്ചതിലും ബെറ്റർ ആവാനുള്ള സാധ്യതയാണ്. ഓക്കെ, അതിനുവേണ്ടി യെസ്, നിങ്ങൾ ചിലത് വിട്ട് പോകേണ്ടി വന്നേക്കാം. ഓക്കെ, നിങ്ങൾ ചിലത് വിട്ട് മാറി പോകേണ്ടി വരും, അതായത് പഴയ ജോലി ഉപേക്ഷിച്ച് മാറേണ്ടതായിരിക്കാം, സ്ഥലം മാറേണ്ടതായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്കൊരു മനസ്സിലൊരു വിഷമം വന്നേക്കാം. ബട്ട് അത് പറയുന്നത് നിങ്ങൾക്ക് നല്ലതിനായിരിക്കും എന്നാണ്. ഇത് ജോലി, കരിയർ, അങ്ങനത്തെ കാര്യങ്ങൾക്ക് പറയാണ്. ഓക്കെ, അല്ലാതെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ കിങ് ഓഫ് കപ്സ്, ക്വീൻ ഓഫ് കപ്സ് ആൻഡ് ഫൂൾ എല്ലാം പറയുന്നത് ന്യൂ ബിഗിനിങ്ങിനെ കുറിച്ചാണ്. നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു റിയൂണിയൻ, റിന്യൂവൽ, നിങ്ങളുടെ പേഴ്സൺ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു വരും. ഓക്കെ, ഇവിടെ ലൈക്ക് എല്ലാം കൊണ്ടും നിങ്ങൾക്കൊരു പുതിയ തുടക്കം എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ വിട്ടുപോയി അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് നിങ്ങളുടെ എൻഡായി അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ വന്നിരുന്നെങ്കിൽ അതിലൊരു മാറ്റം എനിക്ക് തീർച്ചയായിട്ടും നിങ്ങൾ. ഓക്കെ, സോ ഇവിടെ നമ്മൾ പറഞ്ഞത് സർക്കംസ്റ്റാൻസസ് മാറും എന്ന് അല്ലേ. അപ്പോൾ ആ ചേഞ്ചസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണും. ഓക്കെ, ഇതുവരെ നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും ബ്ലോക്കേജ് ഉണ്ടായിരുന്നെങ്കിൽ, ഓക്കെ, എന്തെങ്കിലും ബ്ലോക്കേജസ് ഉണ്ടായിരുന്നെങ്കിൽ അത് മാറി വരും. സിറ്റുവേഷൻ തീർച്ചയായിട്ടും മാറി വരും, ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് വരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, കിങ് ഓഫ് കപ്സ്, ക്വീൻ ഓഫ് കപ്സ് ആണ്. സോ ഇവിടെ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് ചിലവർക്ക് പ്രതീക്ഷിക്കാം, മാരേജ് ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പുതിയ തുടക്കം വളരെ സ്ട്രോങ് ആയിട്ട് ഏസ് വന്നിട്ടുണ്ട്, ഇത് കപ്പിളായിട്ടും വന്നിട്ടുണ്ട്. റിലേഷൻഷിപ്പ് ഇവിടെ വളരെ സ്ട്രോങ് ആണ്. നിങ്ങളെ വിട്ടുപോയ ആരെങ്കിലും തിരിച്ചു വരാനുള്ള സാധ്യതയാണ്. ഓക്കെ, തിരിച്ചു വന്ന് നിങ്ങൾ പുതിയ ബിഗിനിങ് ആണ്. ഓക്കെ, വിട്ടുപോയ ആൾ തിരിച്ചു വരുന്നു എന്നാണ്. ഓക്കെ, സോ ഇവിടെ റിലേഷൻഷിപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നവർക്കൊക്കെ യെസ്, വളരെ ബിഗ് യെസ് ആണ്. ജോലി കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേറൊരു പുതിയ ജോലി നിങ്ങൾ കിട്ടും, അത് നല്ലൊരു പൊസിഷൻ ആയിരിക്കും.
അപ്പം നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. ഓക്കെ, കാരണം വരാൻ പോകുന്നത് അതിലും ബെറ്ററാണ്. ഓക്കെ, അതിലും ബെറ്ററായ ഒരു പൊസിഷനാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. സോ സിറ്റുവേഷൻ ഈസ് ഗോയിങ് ടു ചേഞ്ച്. എന്തായാലും ശരി, നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങളാണ് എന്ന രീതിക്ക് തന്നെ പറയാം. ഓക്കെ, ഏഞ്ചൽ, ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾക്ക് വേണ്ട പോലെ എന്നാണ് പറയുന്നത്. അൺലൈക്ലി, ഫോർഗിവ്നെസ്, ഓക്കെ, ആൻഡ് സക്സസ്. ഓക്കെ, നിങ്ങൾക്ക് ഫോർഗിവ്നെസ്സിൻ്റെ ഒരു ആവശ്യമുണ്ട് ഇവിടെ. ഓക്കെ, ഐ തിങ്ക് ആരെങ്കിലും നിങ്ങളെ വിട്ടുപോയതാണെങ്കിൽ അവർ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ സ്വീകരിക്കണോ വേണ്ടേ എന്നുള്ളത് ആദ്യം നിങ്ങളുടെ കാര്യം. ഓക്കെ, അത് ആദ്യം നിങ്ങളുടെ തീരുമാനം. ഓക്കെ, ആ പേഴ്സൺ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ സ്വീകരിക്കണോ അതോ നിങ്ങൾ നിങ്ങളുടേതായ ഒരു പുതിയ ലൈഫിലേക്ക് പോകുന്നോ മുന്നോട്ട് എന്നുള്ളത് നിങ്ങളുടെ തീരുമാനം. ഓക്കെ, ജോലിയുടെ കാര്യത്തിലായാലും നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേറൊരു ഓഫർ വരുമ്പോൾ ആ പുതിയ ഓഫർ എടുക്കണോ പഴയതിൽ നിൽക്കണോ എന്നൊക്കെയുള്ള ചോയ്സ് നിങ്ങളുടെ ആണ്. പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് മുന്നോട്ട് നിങ്ങൾക്ക് വരുന്നത് വളരെ നല്ലതാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. സക്സസ് ഉണ്ട് ഇവിടെ. സോ നിങ്ങൾ എന്ത് ചെയ്താലും ശരി നിങ്ങൾക്കൊരു സക്സസ് നിശ്ചയമാണ്. ഓക്കെ, അൺലൈക്ലി എന്ന് പറയുന്നുണ്ട്. അൺലൈക്ലി കാർഡ് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, എന്താ സംഭവം? അൺലൈക്ലി എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഇഫ് യു ബിലീവ്, ഫോർ എ സൈൻ. ഓക്കെ, ആൻഡ് മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസേഴ്സ്. ഓക്കെ, ഇതിവിടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ യൂസ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, എന്ത് തന്നെ കാര്യമായാലും നിങ്ങൾ ഇപ്പോൾ ഡൗട്ട് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഉണ്ടെങ്കിൽ ഓക്കെ, ഇത് യൂണിവേഴ്സ് നിങ്ങൾക്ക് വിട്ടു തരുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഓക്കെ, നിങ്ങളുടെ ചോയ്സ് ആണ് എന്ന് പറയുന്നുണ്ട്, നിങ്ങൾക്ക് തീരുമാനിക്കാം. ആൻഡ് ഇതിൽ അൺലൈക്ലി എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു ലൈക്ക് നിങ്ങൾ പേടിക്കുന്ന പോലെ ഒന്നുമില്ല എന്നാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, എന്ന് എനിക്ക് അങ്ങനെയാണ് മനസ്സിലാവുന്നത്. നിങ്ങൾ പേടിക്കുന്ന പോലെ ഒന്നുമില്ല. ഓക്കെ, ഇഫ് യു ബിലീവ് ഇറ്റ് വിൽ ഹാപ്പൻ. ഓക്കെ, നിങ്ങൾ എന്താണോ പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ബിലീവ് ചെയ്യുന്നത് അത് തന്നെ നടക്കുമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ മനസ്സിൽ എന്താണോ നിങ്ങൾ ചിന്തിക്കുന്നത് അത് തന്നെ നടക്കും. ഓക്കെ, ആൻഡ് ലുക്ക് ഫോർ എ സൈൻ എന്നും പറയുന്നുണ്ട്. സോ നിങ്ങൾ സയൻസ് വേണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ട്രസ്റ്റ് ഉണ്ടാവില്ല ചിലപ്പോൾ, ചില കാര്യങ്ങളിൽ ബിലീഫ് ഉണ്ടാവില്ല ചിലപ്പോൾ. ഓക്കെ, അതുകൊണ്ടായിരിക്കും യൂണിവേഴ്സ് പറയുന്നത് ഫോർഗിവ്നെസ്സിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈവൻ ജോലി സ്ഥലത്ത് എന്ത് തന്നെ കാര്യമായാലും ശരി. ഓക്കെ, ഐ തിങ്ക് ഇവിടെ ഒരു ഫോർഗിവ്നെസ്സിൻ്റെ കാര്യം ആവശ്യം വരുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഫോർഗിവ്നെസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സിറ്റുവേഷൻ മാറുമെന്നായിരിക്കാം. ഓക്കെ, ചിലപ്പോൾ കോംപ്രമൈസ് വേണ്ടി വരും. യെസ്, അതാണ് ഞാൻ പറഞ്ഞത്, കോംപ്രമൈസ് വേണ്ടി വന്നേക്കാം. ആൻഡ് ഇവിടെ ഇഫ് യു ബിലീവ് ആൻഡ് ലുക്ക് ഫോർ എ സൈൻ എന്നൊക്കെ പറയുന്നുണ്ട്. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ എന്താണോ വേണ്ടത് ഓക്കെ, അത് നടക്കണമെങ്കിൽ നിങ്ങളുടെ ബിലീഫാണ് മെയിൻ കാര്യം. ഓക്കെ, നിങ്ങൾക്ക് ബിലീഫ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നടക്കും. ഓക്കെ, സോ നല്ലതാണ് വരുന്നത്. ഓക്കെ, ബട്ട് ഐ തിങ്ക് നിങ്ങൾ എവിടെയോ അത് ബിലീവ് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സിറ്റുവേഷനെ ട്രസ്റ്റ് ചെയ്യുന്നില്ല നിങ്ങൾ. ഓക്കെ, എനിവേ ഇതിപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. എന്തായാലും പോസിറ്റീവായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. നല്ലൊരു ദിവസമാവട്ടെ. നന്ദി, നമസ്കാരം.